ഹലോ ഹായ് എവ്രി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു കുട്ടി ഷൂട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ ഇതിനകത്ത് ഷൂട്ടിൻ്റെ പാർട്ടും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇന്നൊരു തേഴ്സ്ഡേ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെയാണ് എൻ്റെ ഷൂട്ട്. അപ്പോൾ അതിന് പോകുന്നതിനിപ്പുറമായിട്ട് പാക്ക് ചെയ്യാനായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഷൂട്ടിനൊക്കെ പോകുന്നതിനിപ്പുറം ഹീൽസ് എടുത്ത് വെക്കണം, നമ്മുടെ ആക്സസറീസ് എടുത്ത് വെക്കണം. ഓരോ ഷൂട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാളത്തെ ഷൂട്ട് വന്നിട്ട് ഒരു ബൊട്ടിക് ഷൂട്ടാണ്. പക്ഷേ കുറച്ച് ബ്രൈഡൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഒരു ഫുൾ ഡേ ഷൂട്ടാണ്. അപ്പം ലൈക്ക് കുറേ ഡ്രസ്സുകൾ കാര്യങ്ങളുണ്ട്. ഏകദേശം 10 എണ്ണം ഉണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് ആക്സസറീസ് ഉള്ളത് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ഷൂട്ടിന് പോയിട്ട് വന്നിട്ട് ഇതൊന്നും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാം ഒരു മെസ്സി ആയിട്ട് കിടക്കണം. അപ്പം ഓരോ ഷൂട്ടിന് പോകുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ടൊരു കുഞ്ഞു വീഡിയോ എടുത്തുകൂടാ, നാളെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ മൊത്തത്തിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിശ്വസിക്കുന്നത്. നാളെ എനിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റിയാൽ മാത്രമാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇടത്തുള്ളൂ. അപ്പോൾ ബൊട്ടിക്കിൻ്റെ കാര്യം വന്നിട്ട് ഓപ്പൽ എന്നാണ് ബൊട്ടിക്കിൻ്റെ പേര്. ഇവർ ആക്ച്വലി എറണാകുളം ബേസ് ചെയ്തിട്ടുള്ളൊരു ബൊട്ടിക്കാണ്. ഇവർക്ക് കുറേ യൂണിറ്റുകളുണ്ട്. യൂണിറ്റ് വന്നിട്ട് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇവർക്ക് ബൊട്ടിക്ക് എന്തോ 5 or 6 സ്റ്റോർസ് ഓവറോൾ എറണാകുളം ഉണ്ട്. പിന്നെ ഓൺലൈനും ഉണ്ട്. ഡ്രസ്സൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട്. എനിക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളി ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ഞാനൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ട്രൈ ചെയ്തു. എപ്പോഴും അങ്ങനെയാണ്. ആക്ച്വലി എന്തെങ്കിലും ഒരു ഷൂട്ടിന് പോകുന്നതിന് ഒരു 1 വീക്ക് മുമ്പായിരിക്കും ഞാൻ എന്തെങ്കിലും പുതിയ പരീക്ഷണം ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ഉണ്ടോ സ്കിൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ സ്കിന്നൊക്കെ പോയിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറേ പരിപാടിയുണ്ട് ആക്ച്വലി ഇന്ന്. ഇത് ഓർഗനൈസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ടാസ്ക്. പിന്നെ ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് പുതിയൊരു കുറച്ച് ലിപ്സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഒരു നൈക്ക. കഴിഞ്ഞ ദിവസം ഞാനൊരു നൈക്ക അല്ല, സ്റ്റുഡിയോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പം ഒരു പുതിയ ഷെയ്ഡ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് എടുത്താണ്. ഇത് വന്നിട്ട് ക്രീം ന്യൂഡാണ്. അപ്പം ഇതാണ് ഷെയ്ഡ്, കാണിച്ചു തരാമേ. ഇതാട്ടോ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഞാനിപ്പം ഈ ലിപ്സിലിട്ടിരിക്കുന്ന ലിപ് ലൈൻ ചെയ്യാതാണ്. അപ്പം അതുകൊണ്ട് എനിക്കറിയില്ല ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. കാരണം ഞാൻ ലിപ് ലൈൻ ചെയ്തിട്ടാണ് എപ്പോഴും ഇടാറുള്ളത്. എനിക്ക് പക്ഷേ ഇതിൻ്റെ ഫോർമുല കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ചൊരു ഓയിലിയാണ്, പിന്നെ സ്മഡ്ജ് ആവുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊക്കെയാണ് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ വന്നിട്ട്. പിന്നെ നിങ്ങൾ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും മുന്നോട്ട് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കാരണം ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് ഞാൻ എത്തിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി കമ്മിങ് മന്ത്സിൽ. അപ്പം ഞാനും ആ ഒരു കാര്യത്തിൻ്റെ പുറകിൽ കുറച്ച് തിരക്കിലാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എനിവേ അധികം ബോറടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ജെഫ്രിയ എന്നാണ്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുകൊണ്ട. ഇതാ കേട്ടോ നമ്മുടെ അവസ്ഥ. കുറേ സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നാളത്തേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഇൻഡോ വെസ്റ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ച് ക്രിസ്ത്യൻ അങ്ങനത്തെ ടൈപ്പ് ഇതാണ്. അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും ആവശ്യമില്ല. ഇതിനകത്തും കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ കുറേ ജ്വല്ലറി. ഇതൊരു ഓർഗനൈസറാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് കഴിഞ്ഞ ഷൂട്ടിന് പോയപ്പം, കഴിഞ്ഞത് വിഷു ആയിരുന്നല്ലോ. അപ്പം വിഷു ഷൂട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നാടൻ ടൈപ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളായിരുന്നു വേണ്ടുന്നത്. പക്ഷെ ഇതിന് നമുക്ക് വേണ്ടുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ബോക്സ് നിറച്ച് ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ക്രേസാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെല്ലാം കുറേ ജ്വല്ലറിയാണ്. നമ്മൾ കുറേ ഷൂട്ടും കുറേ കൊളാബ്സൊക്കെ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ബേസിക് അത്യാവശ്യത്തിനുള്ള ഒരു ഷൂട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഞാനിങ്ങനെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ കാണാറുണ്ടോ? ഞാൻ ആക്ച്വലി ഒരു ബിഗ് ബോസ് അഡിക്റ്റ് എന്നൊന്നും പറയത്തില്ല, എനിക്കിഷ്ടമാണ് കാണാനായിട്ട്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ എപ്പിസോഡ്സ് ഒന്നും കാണത്തില്ല. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ.
പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ മഴയൊക്കെ പെയ്തു, പക്ഷെ എന്നാലും ചൂട് ഒരു കുറവില്ല. അതുകൊണ്ട് നന്നായിട്ട് പുകഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം നാളത്തെ ഷൂട്ട് എങ്ങനെയാവുമെന്ന് ഒന്നും അറിയത്തില്ല, മഴയായിരിക്കോ വെയിലായിരിക്കോ ഒന്നും അറിയത്തില്ല. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അധികം ബോറടിപ്പിക്കുന്നൊന്നുമില്ല. എനിക്ക് കുറേ പണിയുണ്ട്, കാരണം ഇത് ഓർഗനൈസ് ചെയ്യണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഹീൽസ് എടുത്ത് വെക്കണം, പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇതുണ്ടോ, നെയിലൊക്കെ ഭയങ്കര പൊട്ടയായിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാകണം, അതാണ് ബേസിക് തിങ്. പിന്നെ എല്ലാം ഒന്ന് അടുക്കിപ്പറക്കി വെക്കണം, ഇതൊക്കെയാണ്. അപ്പോൾ നാളെ ഞാൻ നിങ്ങളെ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ അവിടെ, പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ടിന് പോകുന്ന ഏരിയാസ് എന്ന് വെച്ച് കഴിയുമ്പോൾ നല്ല എന്തെങ്കിലും ആംബിയൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യാം. അപ്പം ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല. നാളത്തെ പാർട്ടോടെ എടുത്തേച്ചിട്ട്, നാളത്തെ പാർട്ട് കുറച്ചേറെ ഉണ്ടെങ്കിലും മാത്രമേ കേട്ടോ വീഡിയോ എടുത്തുള്ളൂ. അപ്പം നാളത്തെ വിശേഷങ്ങളെല്ലാം കൂടെ കവർ ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പം നാളെ നമുക്ക് കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ ഡേ 2 ആണ്. ഞാനെല്ലാം സെറ്റായിട്ടുണ്ട്. ഊബർ കണക്ട് ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ്. ഇത് ഇന്നലെ നമ്മൾ പാക്കേജ് സെറ്റാക്കി വെച്ച സാധനങ്ങൾ. ആൻഡ് ഫൈനലി ഞാൻ സലൂണിനെത്തി. നമ്മൾ ഇവിടെ ഒരു സലൂണിൽ വന്നിട്ട് റെഡി ആയിട്ടാണ് ഷൂട്ടിന് പോകുന്നത്. ഇത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പിന്നെ 2 ചേച്ചിമാരുണ്ട്. ലൈക്ക് അവിടുന്ന് ജസ്റ്റ് ഹെയർ മേക്കപ്പ് ഒക്കെ ബേസ് സംഭവങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ലൊക്കേഷനിലോട്ട് പോവാണ്. നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ ഏകദേശം ഒരു 9 മണിയോട് കൂടി എത്താനായിട്ടുള്ള പ്ലാനിലാണ്. ആൻഡ് ഫൈനലി നമ്മൾ അവിടെ എത്തി. കാരണം നമുക്ക് ഡ്രസ്സ് കുറച്ചേറെ ഉണ്ട്, 10 ഡ്രസ്സോളം ഉണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ്. അധികം ഹെവി മേക്കപ്പ് ഒന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള മേക്കപ്പ്, ഹെയർ ജസ്റ്റ് കേൾ ചെയ്തിട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൗണാണ്, ഒരു പിങ്കിഷ് ഗൗണാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ചേറെ ഡ്രസ്സസ് ഉണ്ട്. നമുക്ക് 10 കൂടുതൽ ഡ്രസ്സസ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ എനിക്കറിയത്തില്ല എത്രത്തോളം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇതാ കേട്ടോ നമ്മുടെ തേർഡ് ഡ്രസ്സ്. ഇതൊരു കോട്ടൺ ഡ്രസ് ടൈപ്പ് തന്നെയാണ്, കോട്ടൺ ഡ്രസ്സാണ്. ഒരു സമ്മർ വൈബ് കൈൻഡ് തിങ് ആണ്. പാർട്ടി വെയറും ഉണ്ട്, ഇങ്ങനത്തെ നോർമൽ കാഷ്വൽ കളക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയായി ഇത് കാണാനായിട്ട്, ഭയങ്കര കംഫർട്ടബിളാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നല്ലൊരു ബുട്ടീക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓപ്പൽ ഗ്ലാം എന്നാണ് കേട്ടോ ബുട്ടീക്കിൻ്റെ പേര്. പിന്നെ ഇതാണ് നമ്മുടെ ഷൂട്ട് ടൈമിലത്തെ കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് പുറത്ത് പോയിട്ടാണ് എടുക്കുന്നത്. നമുക്കറിയാമല്ലോ ഫോട്ടോ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഏരിയാസ് ഉണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് പോയിട്ടാണ് എടുക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ ഫോട്ടോഗ്രാഫർ. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല ചില ഷൂട്ട്സൊക്കെ നമുക്ക് ഭയങ്കര അടിപൊളിയാണ്, കാരണം നമ്മൾ പുതിയ മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെയുള്ള ക്രൂ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല ഒരു ഡേ ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഇതൊക്കെ ചുമ്മാ ഞാൻ വെറുതെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തരുന്ന ഒരാളുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് മേക്കപ്പ് ഇട്ട് തന്ന ചേച്ചിയാണ്. ഞാൻ പുള്ളിക്കാരി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കുറച്ച് ഷോ ഓഫ് കാണിക്കുന്ന പ്രകസനങ്ങളാണ്. ഇതാട്ടോ ആ ഡ്രസ്സിൻ്റെ ബാക്ക് വന്നിട്ട് നമുക്ക് എല്ലാ ഡ്രസ്സസിനും റീൽസും എടുക്കാനുണ്ട്, ഫോട്ടോ എടുക്കാനുണ്ട്. ഈ ഓപ്പൽ ഗ്ലാം ബുട്ടീക്കിൻ്റെ പുതിയൊരു ഷോറൂം ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് ഇവർ ആക്ച്വലി ഈ ഒരു ഷൂട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ മുമ്പ് കാണിച്ച ആ ഒരു കോട്ടൺ ഡ്രസ്സ്. ഇത് ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ആയാലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചാണ്. ഇതൊരു ബ്രൈഡൽ കൈൻഡ് ഓഫ് സാരിയാണ്. ശരിക്കും ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ്. നല്ല അടിപൊളിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ നല്ല വർക്കാണ്, ഓവറായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഒരു നെറ്റിൻ്റെ സാരിയാണ്. ഇത് എന്തൊരു ഡയബിൾ മെറ്റീരിയൽസ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ നെറ്റ് ഡയബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഡിസൈനർ വെയേഴ്സാണ്. കാരണം അവിടെ ഏകദേശം 5 ഡിസൈനേഴ്സ് ഉണ്ട്. അവർ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളാണ് നമുക്ക് ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവരെടുത്തിരിക്കുന്നത്. 5 ഡിസൈനേഴ്സിൻ്റെ ഡ്രസ്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ സാരി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ എല്ലാ ഡ്രസ്സും ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റും. ചില ബുട്ടീക്കിൻ്റെയൊക്കെ ഷൂട്ടിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ഡ്രസ്സൊന്നും ഒട്ടും കംഫർട്ടബിൾ ആകത്തുമില്ല. പിന്നെ ഈ പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടത്തില്ല. ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ മിക്ക ഡ്രസ്സിൻ്റെ തന്നെ റേറ്റും പിന്നെ അതേപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചില്ല, അത് നമ്മുടെ ഒരു ഡിസൈനർ ചേട്ടനായിരുന്നു.
ചേട്ടൻ്റെ പേര് ഷുക്കൂർ എന്നാണ്. ഭയങ്കര എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഈ ബൊട്ടിക്കിൻ്റെ ഡയറക്ടർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ഷൂട്ടായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് എനിക്ക് മാത്രമായിരുന്നു എന്താ പറയുന്ന മോഡലിംഗ് ചാൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു ഈ ഒരു ഷൂട്ടിന്. സാധാരണ നമ്മൾ പോകുന്ന ഷൂട്ടിനൊക്കെ 2-3 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സസ് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 1 ഡേ ഷൂട്ടൊക്കെ ആണെങ്കിൽ ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കവർ ചെയ്യാനായിട്ട് പറ്റും, ഒരു 2-3 പേരൊക്കെ ഉണ്ടെങ്കിലും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഫുഡ് ബ്രേക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് ഓൾറെഡി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ എങ്കിൽ പോലും ലൈക്ക് അവർ നമ്മൾ തളർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ജ്യൂസും സ്മൂത്തി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ബ്രേക്ക് എടുത്തു. പിന്നെ ലഞ്ച് ഞാൻ എടുത്ത ബിരിയാണിയാണ്. കഴിക്കുന്ന ഫുഡിൻ്റെ പിക്ചേഴ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് അടുത്ത ഷൂട്ടിന് ഓടുമായിരുന്നു. പിന്നെ വെയിലായാലും ഓവറായിട്ടുള്ള വെയിലില്ലായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഫോട്ടോ വെച്ച് പോയാൽ അറിയാമല്ലോ, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഇത് എനിക്ക് തോന്നുന്നു 7th ഡ്രസ്സോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗണാണ്. ഒരു ബെൽറ്റ് പോലെ കണ്ടോ, ഭയങ്കര സിമ്പിളാണ്, എന്നാൽ കാണാനായിട്ട് നല്ല ലുക്കും ഉണ്ട്. ശരിക്കും ഇതൊരു സോഫ്റ്റ് ജോർജറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. പിന്നെ ഈ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ റീൽസിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല വെയിറ്റിംഗ് ആണ്. ഇത് വന്നിട്ട് ഒരു ഹെവി ആയിട്ടുള്ളൊരു ലെഹങ്കയാണ്. ഇതെനിക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് പണി കിട്ടി, കാരണം എനിക്ക് ഈ ഡ്രസ്സ് നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് സീനായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ ലാസ്റ്റ് ഡ്രസ്സാണ്. ഇത് ഒരു കോട്ടൺ കുർത്തിയാണ്. കോട്ടൺ കുർത്തിയല്ല, കോട്ടൺ ഡ്രസ്സാണ്. ഇതും നല്ല അടിപൊളിയാണ്. സമ്മർ വൈബ് കൈൻഡ് ഓഫ് തിങ് തന്നെയാണ്. ഇതും വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ്. പിന്നെ എനിക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനത്തെ കോമ്പിനേഷൻ വളരെയധികം ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഫൈനലി ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി. ലൈറ്റൊക്കെ പോറായപ്പോഴത്തേക്ക് നമ്മൾ ഫൈനലി പാക്കപ്പ് ചെയ്തു. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ. ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഫൈനലി ഇറങ്ങി. ഇത് നമ്മുടെ ഫോട്ടോ വെച്ചിന്ന് എറണാകുളത്തിന് പോകുന്ന ആ ഒരു ബ്രിഡ്ജ് ഏരിയ ഉണ്ടല്ലോ, എനിക്കിപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷൂട്ടിന് അധികം വലിയ തളർന്നെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാ ലൊക്കേഷൻസും അടുത്തടുത്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ഇതായിരുന്നു കേട്ടോ നമ്മുടെ മേക്കപ്പ് ചെയ്ത ആൾക്കാർ. പിന്നെ ഇതാണ് എന്താ പറയുന്ന ഓപ്പൽ ഗ്ലാമിൻ്റെ ആ ഒരു വീഡിയോ. ആക്ച്വലി ഇവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി അവർക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ട്, അതായത് അവർക്ക് കുറച്ച് റോഡ് പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെടുത്ത വീഡിയോ ആണ്, എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഫൈനലി നമുക്ക് ഒരു റീലും കിട്ടിയിട്ടുണ്ട്. ആ റീലിലൂടെ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് മീ ആൻഡ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. കേട്ടോ മറ്റേ റോഡ് പ്രൊമോഷൻ്റെ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ലൈക്ക് ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ മോഡൽ അങ്ങനെയൊന്നും അല്ല, എന്നാൽ എൻ്റെ ഒരു പാഷൻ കാരണമാണ് ഞാൻ ഈ ഒരു ഫീൽഡ് എൻ്റെ ഒരു കരിയറിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നത്. ഞാനിതൊരു സീരിയസ് ആയിട്ട് കാണുന്ന എൻ്റെ ഒരു പാഷൻ കം പ്രൊഫഷൻ തന്നെയാണ്. അപ്പം എനിക്കിങ്ങനെയൊക്കെ എൻ്റെ വർക്ക്സൊക്കെ ഇങ്ങനെ ലൈക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. പിന്നെ എറണാകുളം ബേസ് ചെയ്ത് എന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ, ഈ റോഡ് പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പേഴ്സണലി വളരെ സന്തോഷമാകാറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഞാനധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ